ഹലോ എവരിവൺ. വർക്കല ബീച്ച് ആൻഡ് ക്ലിഫ് കാണാൻ പോയതാണ് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. അപ്പം അതിൻ്റെ തൊട്ടടുക്ക് തന്നെയുള്ള ചെച്ചൂസ് ബീച്ച് വോക്ക് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പം തൊട്ടടുക്ക് തന്നെ ആയിരുന്നു, വോക്കബിൾ ഡിസ്റ്റൻസ് ആയിരുന്നു. റിസോർട്ട് നല്ലതായിരുന്നു, നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ആ, എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട വന്നില്ല, അതായത് ബീച്ചിന് അടുക്ക് തന്നെ ആയതുകൊണ്ട്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരൊരുപാട് സമയമെടുത്തു. അതായത് ഞങ്ങൾ 12 മണിക്ക് വരുമെന്ന് പറഞ്ഞു. പക്ഷെ 1 മണിയായിട്ട് നമുക്ക് റൂം റെഡിയായി കിട്ടിയില്ല. അവർ പറഞ്ഞു അവർ ക്ലീൻ ചെയ്യുന്നതേ ഉള്ളൂ, കുറച്ചുകൂടെ സമയമെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്രഷ് ആകാൻ ഞങ്ങൾ ലേറ്റായി. കാരണം ഞങ്ങൾ ഓൾറെഡി ഒരുപാട് ടയേർഡായിരുന്നു ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ ബീച്ചിലോട്ട് പോയി. ബീച്ച് സംഭവം വളരെ അടിപൊളിയായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടായിരുന്നു വർക്കല ബീച്ച് പോകുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പം നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ പോയി നോക്കണം, സംഭവം അടിപൊളിയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെ നമ്മുടെ നവംബർ ടു ജനുവരി വരെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ടൈമാണ്. ഭയങ്കര റഷാണ്, അതുപോലെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ് ആ സമയത്ത്. അപ്പം അവിടെയൊക്കെ തൊട്ടടുക്കൽ ഒരുപാട് കഫേ ഉണ്ട്. പക്ഷേ ഈ സമയത്ത് എല്ലാം എക്സ്പെൻസീവാണ്. അപ്പം 1 നൈറ്റ് അവിടെ ആ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുന്നതിന് നമുക്കായത് 7,000 രൂപയാണ്. അപ്പം ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ സീസൺ ടൈം അല്ലാതെ വന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയിരിക്കും. അപ്പം ഞങ്ങൾ ബീച്ചിൽ നിന്ന് നേരെ തിരിച്ചു പോയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഏലപ്പൊതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഏലപ്പൊതി ആസ്വദിച്ച് ഞങ്ങൾ കഴിച്ചിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് വീണ്ടും ഒരു 7 മണിയായപ്പം ഞങ്ങൾ എഴുന്നേറ്റ് വീണ്ടും ബീച്ചിലോട്ട് പോയി. നൈറ്റ് ടൈം നമ്മുടെ ബീച്ച് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ബീച്ച് സൈഡിലെ കഫേലൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും എന്ന് കരുതി ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാൻ വേണ്ടി പോയി. ഒരുപാട് അമ്പലങ്ങൾ തൊട്ടടുക്ക് തന്നെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കണ്ടു. പക്ഷേ സത്യം പറയണമല്ലോ, ഞങ്ങൾ അപ്പം പുറത്തെ കടയിൽ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഭയങ്കര മോശമായിരുന്നു ഫുഡ്, ഞങ്ങൾക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയൊക്കെയോ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലോട്ട് പോയി. നൈറ്റ് റിസോർട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു.